കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകൂ എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടെന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രം അല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സവിശേഷതയെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ഈ പറയുന്നതിൻ്റെ സാഹചര്യം ഒന്ന് നോക്കാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകാം എന്ന് പറയുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അബ്രഹാമിന് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അവിടെ പറഞ്ഞ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നു. ഇത് പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാമിന് ആ സമയം മക്കളൊന്നുമില്ല. ആ സമയത്താണ് പറഞ്ഞത്, നിന്നെ ഞാൻ അനുഗ്രഹിച്ച വലിയൊരു ജാതിയാക്കുമെന്ന്. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു. വീണ്ടും അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്. അവന് ഒരു 85 വയസ്സായപ്പോൾ അബ്രഹാം ചില പരാതിയൊക്കെ ദൈവത്തിനോട് പറഞ്ഞു. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ മഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുന്നു, പരാതി പറഞ്ഞു, ദൈവമേ, ഞാൻ മക്കളില്ലാത്തവനല്ലയോ? എനിക്കൊരു മകനെ നീ തന്നിട്ടില്ലല്ലോ. എൻ്റെ കാര്യസ്ഥനായ ദമശ്ശേക്കുകാരനായ എലയാസറാണ് എൻ്റെ സകലത്തിൻ്റെ അവകാശം അവനാണ് എന്നൊക്കെ കർത്താവിനോട് യഹോവയായ ദൈവത്തോട് അബ്രഹാം പരാതി പറയുന്നു. അപ്പോൾ യഹോവയായ ദൈവം അവനോട് പറയുന്നത്, ഈ എലയാസർ നിൻ്റെ അവകാശം ആകെയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന മകൻ തന്നെ നിൻ്റെ അവകാശിയാകും. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ പറഞ്ഞു, അവൻ നിൻ്റെ അവകാശിയാകെയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? യഹോവയായ ദൈവം അവനെ പുറത്ത് കൊണ്ടുപോയി, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുമെങ്കിൽ നക്ഷത്രങ്ങളെ എണ്ണുവാൻ നമുക്ക് കഴിയുകയില്ല. അങ്ങനെ അതുപോലെയാകും നിൻ്റെ സന്തതി എന്ന് 85-ാമത്തെ വയസ്സിൽ ഈ അബ്രഹാമിനുടെ യഹോവയായ ദൈവം പറഞ്ഞു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടുവെന്ന്. യഹോവയായ ദൈവം പറഞ്ഞത് അവൻ അതുപോലെ അങ്ങ് വിശ്വസിച്ചു. യഹോവയായ ദൈവത്തെ പറ്റി ആ സമയത്ത് അബ്രഹാമിന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. തേജോമയനായ അബ്രഹാമിന് വെളിപ്പെട്ടു. ആ സമയത്താണ് അബ്രഹാം അവിടെ തൻ്റെ സ്വന്തം ദേശത്ത് നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു റെവലേഷൻ, ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടുകൊണ്ടാണ് അബ്രഹാം പുറപ്പെട്ടത്. അല്ലാതെ അത്ര വലിയ അറിവൊന്നുമില്ല. എന്നാൽ യഹോവയായ ദൈവം അവനോട് പറഞ്ഞു,
ഇല്ല, ഞാൻ നിനക്ക് മക്കളെ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ നിനക്ക് ഒരു മകനെ ഞാൻ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അതങ്ങ് വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടുവെന്ന് പറയുന്നു. വീണ്ടും നമുക്ക് നോക്കുമ്പോൾ അബ്രഹാമിനും മക്കളിൽ 85 വയസ്സായപ്പോഴാണ് ഇത് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നത് 17-ാം അധ്യായത്തിൽ അതിനു മുന്നേ 85-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് പറഞ്ഞത് നിൻ്റെ സന്തതി ഇവണ്ണമാകുമെന്ന് പറഞ്ഞു, നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു. അതിനുശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയുടെ നിർദ്ദേശപ്രകാരം മിസ്രൈമ്യ ദാസിയായ ആഹാറിൻ്റെ അടുത്ത് പോയി. ആഹാറിൽ നിന്ന് ഒരു മകനുണ്ടായി, ഇസ്മയേൽ. അതിനുശേഷം യഹോവയായ ദൈവം വീണ്ടും അവനൊരു 99 വയസ്സായപ്പോൾ യഹോവയായ ദൈവം അതിൻ്റെ ഇടയ്ക്ക് യഹോവയായ ദൈവന് അവനോട് സംസാരിക്കുന്നില്ല. അവനോട് വീണ്ടും പറയുന്നു, നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കാം, ഞാൻ നിന്നെ വലിയവനാക്കുമെന്ന്. നമുക്ക് 17-ാം അധ്യായത്തിൻ്റെ 17-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിൻ്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. അവിടെ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് ആദ്യം പറഞ്ഞു നിൻ്റെ സന്തതി ഇവണ്ണമാകുമെന്ന്. ഇവിടെ പറയുന്നു ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നുവെന്ന്. അബ്രാം എന്നുള്ള പേര് മാറ്റി, അവൻ്റെ പേര് അബ്രാം എന്നായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം അവൻ്റെ പേരങ്ങ് മാറ്റി അബ്രഹാം, ഫാദർ ഓഫ് മെനി നേഷൻസ്, ബഹുജാതികൾക്ക് അബ്രഹാം എന്നുള്ള പേരിട്ട് ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും അവന് മക്കളില്ല. എന്നാൽ അവൻ യഹോവയിൽ വിശ്വസിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് വായിച്ച കുറിവാക്യത്തിൻ്റെ കോണ്ടസ്റ്റ്. നമ്മൾ ഇന്ന് വായിച്ച് ഇപ്പോൾ കേട്ട് റോമൻസ് 4-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ. അന്നേരം നമ്മൾ നോക്കുമ്പോൾ മാനുഷിക രീതിയിൽ പറഞ്ഞാൽ അബ്രഹാമിന് ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. തൻ്റെ ഭാര്യയായ സാറായിക്ക് 89 വയസ്സായി. അപ്പോഴാണ് ഇത് പറയുന്നത്, ആദ്യം പറഞ്ഞത് കൂടാതെ. അപ്പോൾ എങ്ങനെ ഇങ്ങനെ നടക്കും? 99 വയസ്സുള്ളപ്പോഴാണ് ഈ 17-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം അവനോട് പറയുന്നത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കുമെന്ന്. അപ്പോൾ സാറായിക്ക് 89 വയസ്സുണ്ട്. ആ സമയത്താണ് ഇത് പറയുന്നത്. അവന് അബ്രഹാം എന്ന് പേരിട്ടു. എന്നാൽ അബ്രഹാം ഇത് വിശ്വസിച്ചു. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മളിവിടെ വായിച്ചത് ആശയ്ക്ക് വിരോധമായി ആശയോട് അവൻ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമാണ്. കാരണം 99 വയസ്സുള്ള തനിക്കിനി എങ്ങനെ മക്കളുണ്ടാകും? താൻ പടുവൃദ്ധനായി, തൻ്റെ മസിൽസ് എല്ലാം വളരെ ഫ്ലാബിയായി, തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യഹോവയായ ദൈവം പറഞ്ഞതിന് ഒരാശയവുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരാശയവുമില്ല. കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ളതിന് യാതൊരാശയവുമില്ല. എന്നാൽ ആ ആശയ്ക്ക് വിരോധമായി ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ച് ആശയ്ക്ക് വിരോധമായി ആശയോടെ ഇത് നടക്കും, എനിക്ക് കുഞ്ഞുണ്ടാവും, യഹോവയായ ദൈവം എന്നോട് പറഞ്ഞതാണ്, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോട് അവൻ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ, ദൈവത്തിൻ്റെ അരുളപ്പാടിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അതിനുശേഷം അവിടെ എഴുതിയ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ക്ഷീണിച്ചു പോയില്ല. അവൻ ക്ഷീണിച്ചില്ല. കാരണം ഈ മടുത്തു പോയില്ല. ഈ വാഗ്ദത്തം എന്നിൽ നടക്കാതെ പോകുമോ എന്ന് ഓർത്ത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഓർത്ത് അവൻ ക്ഷീണിച്ചു പോയില്ല. അതിന് പകരം എന്തോ ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. അതിന് പകരം എന്തോ ചെയ്തു? വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിട്ട് യഹോവയ്ക്ക് മഹത്വം കൊടുത്തുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിശ്വാസം വരുമ്പോഴാണ് സംശയം വരുന്നത്. അവിശ്വാസം വരുമ്പോൾ സംശയം വരും. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? അവിശ്വാസം വരുമ്പോൾ സംശയം വരുന്നതിന് പകരം
വിശ്വസിച്ചപ്പോൾ ശക്തി ലഭിക്കുന്നു. അത് കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സഹായിക്കുന്നു. ഈ പ്രതികൂല സമയത്താണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. അബ്രഹാം അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോഴും തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ യാഗം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും അബ്രഹാം അത് അനുസരിച്ചു. അപ്പോൾ അബ്രഹാം ഒരു കാര്യം ദൈവത്തിൽ വിശ്വസിച്ചു. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനായ മകനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നും എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ തൻ്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം വിചാരിച്ചു, എൻ്റെ നിർജീവ അവസ്ഥയിൽ എനിക്കൊരു മകനെ തരുവാൻ മതിയായ ദൈവം ഈ മകനെ ഞാൻ യാഗം കഴിച്ചാലും അതിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവത്തിന് കഴിവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അതുപോലെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യാഗം അർപ്പിച്ചു എന്ന് തന്നെയാണ്, കാരണം യാഗം അർപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് താൻ വാളെടുത്ത് കുഞ്ഞിനെ അറുക്കുവാൻ പോയതെന്ന് ദൈവത്തിന് മനസ്സിലായി. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ വിശ്വാസത്തെയാണ് ഇവിടെ കാണുന്നത്. അവിശ്വാസം വരുമ്പോൾ സംശയമുണ്ടാകും. അവിശ്വാസം വരുമ്പോഴാണ് സംശയം ഉണ്ടാകുന്നത്. അതിന് പകരം ഇവിടെ എന്തോ ചെയ്ത് വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് കാണും. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വർഷങ്ങൾ കടന്നുപോയി. ആദ്യം 75-ാം വയസ്സിലാണ് ദർശനം ലഭിച്ചത് ആദ്യമായിട്ട്. എന്നിട്ടിപ്പോൾ 99 വയസ്സായപ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കുമെന്ന്. എന്നാലോ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ശക്തി പ്രാപിച്ചു. സംശയം അതുകൊണ്ടുണ്ടായില്ല. അതിന് പകരം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച ഒരാളെ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് പൗലോസിന് തടവുകാരനായിട്ട് റോമിലേക്ക് പോയപ്പോൾ താൻ കയറിയ കപ്പൽ കൊടുങ്കാറ്റടിച്ച് തകരുമെന്ന് ഉറപ്പായപ്പോൾ അവർ ദിവസങ്ങൾ ഈ കപ്പലിൽ അവർക്ക് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ വണ്ണം കപ്പലിൽ തകർന്നു പോകുന്നുള്ള ചിന്തയിൽ, തങ്ങളെല്ലാം നശിച്ചു പോകുന്നുള്ള ഭയത്തിലായിരുന്നപ്പോൾ പൗലോസും ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് 27-ാം അധ്യായത്തിന് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ പൗലോസ് തൻ്റെ കൂടെയുള്ള കപ്പൽ യാത്രക്കാരോട് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ധൈര്യത്തോടിരിപ്പാൻ അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുതേ, നീ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസിൻ്റെയും പ്രതികൂല സാഹചര്യമായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം പറഞ്ഞത് തന്നെ പൗലോസ് അവിടെ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതുമായ ദൈവമെന്ന്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന്. അപ്പോൾ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. പൗലോസിൻ കൂടെ ഉള്ളവരെല്ലാം കപ്പൽ തകർന്നു പോയെങ്കിലും പൗലോസും കൂടെ ഉള്ളവരെല്ലാവരും അവിടെ രക്ഷ പ്രാപിച്ചു. അപ്പോൾ ദൈവം ഒരു വചനം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രതികൂല അവസ്ഥയിലാണെങ്കിലും ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്രഹാം ചിലപ്പോൾ നമ്മുടെ ബലഹീനമായി പോവും. നമ്മുടെ വിശ്വാസം ചില അവസരങ്ങളിൽ ബലഹീനമായി പോവും. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാം വിശ്വാസത്തിൽ ബലഹീനനായി തീർന്നില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ബലഹീനരായി തീർന്നവരുടെ കാര്യവും നമുക്കിവിടെ അറിയാം. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ സ്നാനം കഴിപ്പിച്ചു. അതിനു മുന്നായിട്ട് യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. യേശുവിനെ നന്നായിട്ട് അറിയാവുന്ന യോഹന്നാൻ സ്നാപകൻ കുറച്ച് നാൾ കാരാഗ്രഹത്തിലൊക്കെ കിടന്നപ്പോൾ അവൻ്റെ വിശ്വാസത്തിന് കുറച്ച് ക്ഷയമൊക്കെ ഉണ്ടായി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി അന്വേഷിപ്പിൻ, അവനോടൊന്ന് ചോദിക്കേ, നിങ്ങൾ ചോദിച്ചാൽ വരുവാനുള്ളവൻ
നീ തന്നെയോ എന്ന് അവനോടൊന്ന് ചോദിപ്പീനെന്ന്. സ്നാനം കഴിപ്പിക്കുന്ന സമയത്ത് പ്രാവ് സ്വർഗത്തിൽ നിന്ന് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു. എന്നിട്ട് യഹോവയായ ദൈവത്തോട് പറയുന്നുണ്ട്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഇതെല്ലാം അറിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ്റെ വിശ്വാസം അവിടെ അല്പം ഒന്ന് ക്ഷയിച്ചു പോയി. അപ്പോൾ യേശു അതിന് മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം യേശു പറയുന്നു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. അപ്പോൾ ആ വിശ്വാസത്തിൽ ക്ഷീണിച്ചിട്ടും യോഹന്നാനെ കൈക്കൊള്ളുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിതരാകും, നമ്മൾ പതറിയൊക്കെ പോകും. എന്നാൽ ഒരു നാളും കർത്താവ് നമ്മളെ തള്ളിക്കളയുകയില്ല, നമ്മളെ ഉപേക്ഷിക്കുകയില്ല, നമ്മളെ ശാസിക്കുകയില്ല. അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമുക്ക് കാണുന്ന അബ്രഹാമിനോട് നിനക്കൊരു മകനൊക്കെ ഉണ്ടാകും, നിന്നിൽ നിന്ന് സാറായിൽ നിന്ന് നിനക്കൊരു മകൻ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൽ നമുക്കത് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സാറായിൽ നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു, 100 വയസ്സുള്ള മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. എനിക്ക് 100 വയസ്സുണ്ടല്ലോ, സാറായോ 90 വയസ്സുണ്ടല്ലോ, ഇനിയാണോ ഞങ്ങൾക്കൊരു മകൻ ജനിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ യഹോവയായ ദൈവം അവനെ ബലപ്പെടുത്തിയിട്ട് പറയുന്നു, സാറായിൽ നിന്ന് തന്നെ നിനക്കൊരു മകനുണ്ടാവും, അവനെ നീ ഇസഹാക്ക് എന്ന് പേരിടണമെന്ന്. അവിടെ അബ്രഹാമിനെ അവനൊന്ന് വിശ്വസിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വന്നപ്പോൾ യഹോവയായ ദൈവം അവന് കുറച്ചുകൂടെ വാഗ്ദത്തം അത് കൺഫേം ചെയ്ത് കൊടുത്ത് അവനെ അവിടെ ഉറപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും വിശ്വാസത്തിലൊക്കെ എന്തെങ്കിലും ആശയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മളും പതറിപ്പോകാറുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ ദൈവവചനത്തിൽ കൂടി നമ്മളെ ബലപ്പെടുത്താറുണ്ട്. സാറായോടെയും ദൂതൻ വന്നു പറഞ്ഞു, അടുത്ത വർഷം ഈ സമയം നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന് സാറായോടെ പറഞ്ഞു. 18-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അതിന് സാറായിനും 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കാണാം. അപ്പോൾ സാറായിന് മറുപടി പറയുന്നുണ്ട്, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ, എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാറായിക്കും അതാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൾ ഉള്ളുകൊണ്ടൊന്ന് ചിരിച്ചു. അവിടെ യഹോവയായ ദൈവം അവിടെ സാറായെ ബലപ്പെടുത്തുന്നു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നു. യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ അവർക്കൊരു സംശയവും ഒരു ചിരിയൊക്കെ ഉണ്ടായെങ്കിൽ ഇതെങ്ങനെ നടക്കും, ഞങ്ങൾക്ക് പ്രായം ഇത്രയായല്ലോ, എന്നിട്ട് എങ്ങനെയാണ് ഈ നടക്കുന്നത്, എൻ്റെ സാറ പറഞ്ഞ് ഓർത്ത് കാണും, എനിക്ക് ഇത്രയും പ്രായമായി, എൻ്റെ ഗർഭപാത്രമൊക്കെ നിർജ്ജീവമായി പോട്ടെ, എങ്ങനെയാണ് സംഭവിക്കുന്നത്, സാധാരണ മനുഷ്യരാണ് ചിന്തിക്കും. എന്നാൽ യഹോവയായ ദൈവം അവിടെ അവരെ ബലപ്പെടുത്തുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരോടുള്ള ആ പദ്ധതിക്ക് ദൈവം ഒരു നാൾ ഒരു മാറ്റം വരുത്താതെ വണ്ണം ദൈവം അതിനെ ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ സാറായെപ്പറ്റി നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. ദൈവം ഇത് കാണിച്ചത് അവൻ വിശ്വസ്തനെണ്ണി, ദൈവം ഇത് ചെയ്തു തരുവാൻ വിശ്വസ്തനാണെന്ന് സാറായും വിശ്വസിച്ചപ്പോഴാണ് അവൾക്ക് ശക്തി ലഭിച്ചതെന്ന് ഈ ദൈവവചനത്തിൽ പറയുന്നു. അപ്പോൾ ദൈവം അവരത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ അവർ ശക്തിപ്പെട്ടു. അവർ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് അബ്രഹാം മഹത്വം കൊടുത്തു. ദൈവത്തിനെ വിശ്വസ്തനെ നെണ്ണി, ദൈവം പറഞ്ഞതിനെ ചെയ്തു തരുവാൻ ദൈവം ശക്തനെ നെണ്ണി. അതുകൊണ്ട് ദൈവം അത് അവനെ നിവർത്തിച്ചു കൊടുത്തു. ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അത് അബ്രഹാമിനെ മാത്രമല്ല, അബ്രഹാം വിശ്വസിച്ചു, അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല,
അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചോ നീതിയായി കണക്കിട്ടതുപോലെ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്കും അത് നീതിയായി കണക്കിടുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു അബ്രഹാമിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, അബ്രഹാം ദൈവം വിളിക്കുന്നതിന് മുമ്പ് അബ്രഹാം ഒരു ജാതീയ മനുഷ്യനായിരുന്നു, വിഗ്രഹങ്ങളെ സേവിച്ച് നടന്ന ഒരു മനുഷ്യനായിരുന്നു. അവിടെ നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. അബ്രഹാമിന് ദൈവത്തെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് എഴുതപ്പെട്ട വചനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞ വാക്കിൽ അബ്രഹാം വിശ്വസിച്ചു. നമുക്ക് വിശ്വാസം എങ്ങനെയാണ് ലഭിക്കുന്നത്? നമുക്ക് വിശ്വാസം വചനം കേൾവിയാലും, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നുവെന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. വിശ്വാസം കേൾവിയാലാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം അരുളി ചെയ്തതിനെ നമ്മൾ കേൾക്കുമ്പോൾ ആണ്, അതിനെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്, ദൈവം തന്നെയാണ് ഇത് അരുളി ചെയ്തത് എന്നുള്ള വിശ്വാസത്തിൽ എന്നുള്ള അറിവിൽ നാം അത് ഏറ്റെടുക്കുമ്പോഴാണ് അത് നമ്മളിൽ വിശ്വാസമായി നമ്മൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസത്തിൽ വളരുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം ദൈവത്തിൻ്റെ വചനം അറിയാം, അത്രമാത്രമാണ് നമ്മുടെ വിശ്വാസം. നമുക്കറിയാവുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അപ്പുറമായി നമ്മുടെ വിശ്വാസം വളരുകയില്ല. അതിനു പകരം അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയെങ്കിൽ ചില ഊഹാഭോഗങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയും ദൈവത്തെ നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവം നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അത് ചെയ്തു തരും എന്ന് ദൈവവചനത്തിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോടെ ദൈവം സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നാം അത് വിശ്വസിച്ച് നാം അത് തന്നെ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ ദൈവം ഭോഷ്കു പറയുന്നവനല്ല. അവൻ വ്യാജം പറയുവാൻ നമ്മുടെ ദൈവം മനുഷ്യനല്ല. അവൻ ഉവ എന്ന് പറയുന്നത് ഉവ എന്നും ഇല്ല എന്ന് പറയുന്നതും ഇല്ല എന്നും തന്നെയാണ്. നമുക്ക് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞത് വ്യാജം പറയുവാൻ മനുഷ്യനല്ല എന്ന്. തീത്തോസ് ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ഭോഷ്കു പറയാത്തവനാണ് എന്ന്. അപ്പോൾ നമ്മുടെ കർത്താവ് വ്യാജം ഒരു നാളും പറയത്തില്ല. അതുകൊണ്ട് കർത്താവ് എന്തെങ്കിലും നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ഞാൻ നിനക്കത് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ നാം അതങ്ങ് വിശ്വാസത്തോടുകൂടി നാം അത് ഏറ്റെടുക്കണം. കാരണം അവൻ ഭോഷ്ക് പറയുന്നവനല്ല. രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്ന അവൻ ഉവ്വ എന്ന് പറയുന്ന ഉവ്വ എന്നും ഇല്ല എന്ന് ഇല്ല എന്നും തന്നെ ആയിരിക്കും. നമുക്ക് 2 കൊരിന്ത്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 20 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ ഉവയെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും അല്ല. കർത്താവിൻ്റെ വാഗ്ദത്തത്തിലെല്ലാം ഒരിക്കൽ ഉവ എന്നും പിന്നെ ഒരിക്കൽ ഇല്ല എന്നും അല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവിൻ്റെ പേര് വിശ്വസ്തനും സത്യവാനുമെന്നാണ്. റെവലേഷൻ 19-11 വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ്റെ പേര് വിശ്വസ്തനും സത്യവാനുമെന്നാണെന്ന്. അപ്പോൾ വിശ്വസ്തനായ ദൈവം നമ്മൾ അവിശ്വസ്തതയൊക്കെ കാണിക്കും. അബ്രഹാം ഇടയ്ക്ക് അബ്രഹാം ഇടയ്ക്ക് മിസ്രയീം ദാസരുടെ അടുത്ത് പോയി. ദൈവം എന്നാലും ആ കൊടുത്ത വാഗ്ദത്തത്തിന് ദൈവം മാറ്റം വരുത്തില്ല. ദൈവം മാറാത്തവനാണ്. കാരണം അവൻ്റെ സ്വഭാവം അവന് ത്യജിക്കുവാൻ പറ്റത്തില്ല. നമുക്ക് 2 തിമോത്തിയോസ് 2:13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായിരിക്കുന്നു, അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല എന്ന്. കാരണം നാം എന്തെല്ലാം അവിശ്വസ്തത കാണിച്ചാലും നാം ബലഹീനരായി പോയാലും ദൈവം വാഗ്ദത്തം ചെയ്യും. നമ്മൾ ദൈവത്തെ ചിലപ്പം ചോദ്യം ചെയ്യുമായിരിക്കും. കർത്താവ് എന്തുകൊണ്ട് നിരാശയുളവാകും, ഭയമുളവാകും, ക്ഷീണിച്ചു പോകും, മറ്റുള്ളവർ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും.
എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ സത്യവാനും വിശ്വസ്തനും ആയിരിക്കാൻ. അടുത്തതായിട്ട് ദൈവവചനം പറയുന്ന ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു നാളും മാറ്റം വരികയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 24:35 അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളോട് എന്തെങ്കിലും, നമ്മുടെ കർത്താവ് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് ചെയ്തു തരുവാൻ വിശ്വസ്തനാണ്. നാം സംശയിക്കാതെ, നമ്മൾ അവിശ്വാസം കൊണ്ടുവരാതെ, അവിശ്വാസത്തിൽ സംശയിക്കാതെ, വിശ്വാസത്തിൽ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ, നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ, നമ്മുടെ അവിശ്വാസവും നമ്മുടെ സംശയമെല്ലാം മാറിപ്പോയിട്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ക്രമേണ ദൈവം അത് വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അബ്രഹാമിൻ്റെ പേര് മാറ്റി. അബ്രഹാമിനോട് അബ്രഹാം എന്ന് പേര് പറയുമ്പോൾ ഒരുപക്ഷെ ചിലർ വിളിക്കുമായിരിക്കും അബ്രഹാം എന്ന്. അപ്പോൾ അബ്രഹാം പറയും, എൻ്റെ പേര് അബ്രഹാം എന്നല്ല, എൻ്റെ പേര് അബ്രഹാം എന്നാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അബ്രഹാമിൻ്റെ അർത്ഥം എന്താ? അബ്രഹാമിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവെന്നല്ലേ? നിനക്ക് 90 വയസ്സാകുവാൻ പോകുന്നു, എന്നിട്ട് നീ ഇങ്ങനെ ഇതാണോ ബഹുജാതികൾക്ക് പിതാവായോ എന്നിട്ട്? അപ്പോൾ അബ്രഹാം പറയും, ഇല്ല, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. കാരണം യഹോവയായ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അബ്രഹാം എന്ന് പേരിട്ടതെന്ന്. അവൻ എല്ലാവരോടും പറയും, എൻ്റെ പേരിപ്പോൾ അബ്രഹാം എന്നാണ്, എൻ്റെ പേരിപ്പോൾ അബ്രഹാം എന്നാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ ചിരിച്ചിരിക്കാം, എന്നാൽ ദൈവം പറഞ്ഞതിനെ അവൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ പറയുന്നത്, ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നാം കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11:40 യേശു മാർത്തയോടും മറിയോടും പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. വീണ്ടും എഫേസ്യ ലേഖനം 1:19 പറയുന്നു, വിശ്വസിക്കുന്നവരിൽ അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം വ്യാപരിച്ചുകൊണ്ട്. വിശ്വസിക്കുന്നവരിലാണ് അവൻ്റെ ശക്തിയുടെ വലിപ്പം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് 1 തെസ്സലോനിക്ക 2:13 പറയുന്നത്, നാം വിശ്വസിക്കുമ്പോൾ ആ വചനം നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. കർത്താവിന് പോലും തൻ്റെ സ്വന്തം പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ ചില രോഗികളെ മാത്രം ആക്കിയെന്നല്ലാതെ വലിയ വീര്യപ്രവർത്തികളൊന്നും തൻ്റെ സ്വന്തം പട്ടണത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവിടെ മർക്കോസിന്റെ സുവിശേഷം 6:5 എഴുതിയിട്ടുണ്ട്, കാരണം അവിശ്വാസം നിമിത്തം അവന് വളരെ വീര്യപ്രവർത്തികൾ അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടുവെന്ന്. അവിടെ അവിശ്വാസ നിമിത്തം സ്വന്തം പട്ടണത്തിൽ യേശുവിന് പോലും വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അവന് ഉപദേശിച്ചു, അവരെ പട്ടണം വിട്ട് ഉപദേശിക്കുവാൻ പോയെന്ന്. അപ്പോൾ ഈ അവിശ്വാസം വരാതെ വണ്ണം വിശ്വാസത്തിനുള്ള മറുമരുന്നെന്ന് പറയുന്നത് എന്താണ്? ദൈവവചനത്തെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശ്വാസം കൂടാതെ കർത്താവിനെ സേവിക്കുവാനും നമുക്ക് കഴിയില്ല. എബ്രായ ലേഖനം 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനേ കഴിയുകയില്ല എന്ന്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം വീക്കായിരിക്കാം, ദൈവം നമ്മളെ തള്ളിക്കളയില്ല, ദൈവം നമ്മളെ ഹോണർ ചെയ്യും. എൻ്റെ വിശ്വാസം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തി അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അതിനുശേഷം ആർക്കും ദൈവത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ വിശ്വാസം അത് വളരുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെത്ര ബലഹീനരായാലും നമ്മളെ കൈപിടിച്ച് നടത്തി വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. എന്ത് പ്രതികൂലമാണെങ്കിലും ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് നാം വിശ്വസിക്കുക, അത് ചെയ്തു തരാൻ ദൈവം വലിയവനാണ്. ഞാൻ ഒരു കഥ ജോർജ് മുള്ളറെ പറ്റി ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അനേക വർഷക്കാലം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. ഒരു ദിവസം അദ്ദേഹം കപ്പലിൽ ഇങ്ങനെ ക്യുബെക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി പ്രസംഗിക്കണം. അപ്പോൾ അന്നേരം കപ്പലിലെ ക്യാപ്റ്റനോട് പറഞ്ഞു, എനിക്ക് അടുത്ത സാറ്റർഡേ ആഫ്റ്റർനൂൺ ആകുമ്പോൾ എനിക്ക് ക്യുബെക്കിൽ എത്തണം എന്ന് പറഞ്ഞു. അപ്പം ക്യാപ്റ്റൻ പറഞ്ഞു, പറ്റുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല, കാരണം വലിയൊരു ഐസ്ബർഗ് ഈ കപ്പലിനെ അവിടെ തടഞ്ഞു ഇട്ടിരിക്കുകയാണ്, ഇത് മാറാതെ നമുക്ക് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ ജോർജ് മുള്ളർ പറഞ്ഞു, ഇല്ല, കഴിഞ്ഞ 57 വർഷക്കാലം
എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് പോലും തെറ്റിപ്പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിച്ചിട്ടില്ല. എന്നെ എങ്ങനെയായാലും അവിടെ കൊണ്ടുപോയി എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, സാധ്യമല്ല, അത്രമാത്രം വലിയൊരു ഐസ് കട്ടയാണ് ഇതിന് മുന്നിലിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോർജ് മുള്ളർ പറഞ്ഞു എൻ്റെ കണ്ണുകൾ ഈ ഐസ്ബർഗിലല്ല, എൻ്റെ കണ്ണുകൾ കഴിഞ്ഞ 57 വർഷക്കാലം എന്നെ നടത്തിയ ദൈവത്തിങ്കിലേക്കാണ് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നതെന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ജോർജ് മുള്ളർ മുട്ടുകുത്തി 1-2 വാചകങ്ങളിൽ ഏതാണ്ട് സിമ്പിളായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു നീ പ്രാർത്ഥിക്കേണ്ട, കാരണം നീ വിശ്വസിക്കുന്നില്ല ഇത് മാറുമെന്ന്. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടുവെന്ന്. അതിനുശേഷം ഈ ക്യാപ്റ്റനോട് പറഞ്ഞു നീ ചെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ആ ക്യാപ്റ്റൻ നോക്കിയപ്പോൾ ഐസ്ബർഗ് അവിടെ കാണാനില്ല. ഈ ജോർജ് മുള്ളർ പറഞ്ഞ സമയത്ത് തന്നെ പിറ്റേ ദിവസം സാറ്റർഡേ ആഫ്റ്റർനൂണിൽ തന്നെ ക്യൂബിക്കിലെത്തി ദൈവം കൊടുത്തപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യുവാൻ ജോർജ് മുള്ളർക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളാണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ സകലത്തിനും മതിയായ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമുക്കത് ചെയ്തു തരുന്നുള്ള വിശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്തു തരാൻ ദൈവം ബാധ്യസ്ഥനാണ്. എന്നാൽ ഈ വിശ്വാസത്തെ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? കർത്താവ് പറഞ്ഞ് കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസം മതി, വലിയ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ വിശ്വാസത്തെ നമ്മൾ വളരണം. എങ്ങനെ വിശ്വാസത്തെ നമുക്ക് വളർത്താൻ പറ്റും? ഒരു മസിൽ അത് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ അത് എക്സസൈസിൽ കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് വിശ്വാസം നമ്മളിൽ വർദ്ധിക്കുന്നതായിത്തീരുന്നത്. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുക. ദൈവത്തിൻ്റെ വചനത്തെ നാം കേട്ട് നാം ദൈവത്തിൻ്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യും. അതിനേക്കാളുപരിയായി ദൈവത്തെ നാം അനുസരിക്കുക. ദൈവത്തെ നാം അനുസരിക്കുമ്പോൾ നാം വിശ്വാസത്തിൽ വളരുകയാണ്. ദൈവത്തിൽ നാം ആശ്രയിച്ച് ദൈവത്തെ നാം അനുസരിക്കുമ്പോൾ നാം വിശ്വാസത്തിൽ വളരുന്നവരായിത്തീരും. ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അവയെ നാം ഏറ്റെടുക്കുക. ആ സംശയം വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നാം ഓർക്കുക. വചനത്തിൽ നാം ആശ്രയിക്കാം. കഴിഞ്ഞ കാലം ദൈവം ചെയ്തു തന്ന കാര്യം നമ്മളെ ഓർക്കുക. അന്ന് നടത്തിയ ദൈവം ഇന്നും എന്നെ നടത്തുവാൻ മതിയായവനാണെന്ന് ദൈവത്തിൽ വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വർദ്ധിക്കുവാൻ കഴിയും. അങ്ങനെ ദൈവവചനത്തിൽ കർത്താവ് നമുക്ക് എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞ പോലെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുവാൻ നമുക്ക് കഴിയും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുവെന്ന് അബ്രഹാമിനോട് മാത്രമല്ല യഹോവ കർത്താവ് വിശ്വസിക്കുന്ന ഏവർക്കും കൂടി വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് ദൈവത്തിൽ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, അവനെ നമുക്ക് സേവിക്കാം, അവനെ പ്രസാദിപ്പിക്കാം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഹാലേലൂയ. മാറ്റമില്ലാത്ത അവിടുത്തെ ദൈവവചനം, ഹാലേലൂയ, ആകാശവും ഭൂമിയും മാറിപ്പോകാത്ത അവിടുത്തെ ദൈവവചനത്തിൽ ആശ്രയം വെക്കുന്നവരായി, അത് വിശ്വസിക്കുന്നവരായി, അവയെ അനുസരിക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് കർത്താവ് വിശ്വസ്തനെന്ന് എണ്ണുവാനും നീ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് എണ്ണുവാനും എണ്ണി അവയെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.